Hello, friends. Good evening. Yes, good evening. Good evening. Hi. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? ചാർട്ട് വിസിബിൾ അല്ലേ? റെക്കോർഡിംഗ് ഓക്കെയാണ്. റെക്കോർഡിംഗ് ഓക്കെയാണ്. ഹലോ ഹലോ. ഓക്കെ. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? പിപ്പറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ അല്ലേ? എങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നത്? നിങ്ങൾ പോയി ചെയ്ത് നോക്കിയോ? 2-3 നിങ്ങൾക്ക് പരിചയമുള്ള പെയേഴ്സുകൾ എടുത്തിട്ട് അതിൽ ഷോർട്ട് പൊസിഷൻ, ലോങ് പൊസിഷൻ ടൂൾസുകൾ എടുത്തിട്ട് പ്ലേസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞ് ചെയ്ത് നോക്കിയിരുന്നോ? ഇവിടുന്ന് വാങ്ങിച്ചാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ എത്ര മൈക്രോലോട്ട് എടുക്കാം? ഫോർ എക്സാമ്പിൾ 1000 രൂപ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതിൻ്റെ 1% റിസ്ക് എടുക്കുകയാണെങ്കിൽ എത്ര മൈക്രോലോട്ട് എടുക്കാം? ഇതൊക്കെ ചെയ്ത് നോക്കിയിരുന്നോ? എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ ചെയ്ത് നോക്കിയിട്ട്? ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞു. കാൽക്കുലേഷൻ മനസ്സിലായി, പക്ഷെ ആ ഒരു എടുക്കുന്ന ഒരു ടോപ്പിലെ നമ്പർ ആണ് ഏതാണെന്ന് മനസ്സിലാകാത്തത്. ടോപ്പിലെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ നമ്പർ ആണോ? അത് ഇവിടുത്തെ കാൽക്കുലേഷൻ? അതെ അതെ. എന്ന് വെച്ചാൽ നമ്മള് സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞിട്ട് എന്താ സ്റ്റാർട്ട് ഓപ്പൺ പ്രൈസ് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം അത് അളക്കണമെന്ന് മനസ്സിലായോ? അതെ അതെ, അത് മനസ്സിലായി. പക്ഷെ അതിന്റെ ടോപ്പിൽ ഒരു വാല്യൂ വെച്ച് നമ്മള് മൈനസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയത്തില്ല. കുറെ വാല്യൂസ് ഉണ്ടല്ലോ. അതായത് ആ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. നമ്മള് ഒരു ടോപ്പിൽ ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ വെച്ചിട്ടല്ലേ നമ്മള് ഈ സ്റ്റോപ്പ് ലോസ് വെച്ച് മൈനസ് ചെയ്യുന്നത്. ആ ഒരു ടോപ്പിലെ വാല്യൂ അങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഈ ഷോർട്ട് പൊസിഷൻ, ലോങ് പൊസിഷൻ ടൂൾ എടുക്കുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ ബേസിക് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ബൈ ചെയ്യണമെന്ന് വിചാരിക്കാം, AUD CAD. ഓക്കെ, അപ്പൊ അവിടുത്തെ പ്രൈസ് അവിടെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ ആവുകൂടി കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ഒറ്റ സ്റ്റോപ്പ് ലോസിന്റെ കാര്യം മാത്രം പറയാം. ഇതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോണെന്ന് വിചാരിക്കാം. ഇവിടെ ഇപ്പൊ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ മൂവ് ചെയ്യണത് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കുക. അതിന്റെ സ്ക്രീൻഷോട്ട് ആദ്യം എടുക്കാണ് അല്ലേ? അപ്പൊ ഇനി മൂവ് ചെയ്യില്ല. ഓക്കെ, അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനൊരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള കാരണങ്ങൾ നമ്മൾ പഠിക്കും. ചാർട്ട് അനാലിസിസ് ഒക്കെ പഠിക്കും. ഉദാഹരണത്തിന് ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിഞ്ഞ സ്ഥലമില്ലേ, ഈ ഒരു ലോ, ആ ഒരു ലോയിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് വിചാരിച്ചോ. എപ്പോഴും അതിന് കുറച്ച് ഇറക്കിയാണ് വെക്കുക, എന്നാൽ ആ ഒരു ലോയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള കാരണം എന്ന് വിചാരിച്ചു. ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഇത് മാത്രം സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ലേഔട്ട് ബ്ലാങ്ക്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എത്ര പിപ്സ് ആണെന്നുള്ളത് ആദ്യം നോക്കാം. എത്ര പിപ്സ് ആണ് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒറ്റ ലുക്കിൽ കണ്ടുപിടിക്കാൻ പറ്റണം. എത്ര പിപ്സ് ആണ്? 6 പിപ്സ്. നോക്കിയേ, അത് കിട്ടിക്കഴിഞ്ഞാൽ ടാർജറ്റ് വെക്കുന്ന കാര്യത്തിലേക്ക് ഇപ്പൊ പോണ്ട. ടാർജറ്റ് വെക്കുന്ന കാര്യം നമ്മൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല.
അത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ FX കാൽക്കുലേറ്ററിലേക്ക് വരുന്നു. നമ്മളിവിടെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. ആദ്യം തന്നെ ഒരു പരസ്യം വരും, അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാം, അത് സ്വാഭാവികമാണ്. ഇതാ വരുന്നു നമ്മുടെ കറൻസി പെയർ. നമ്മൾ ഓർത്ത് വെച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. സെലക്ട് ചെയ്യുക. നമ്മുടെ അക്കൗണ്ട് സൈസ് എത്രയാണ്? ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സൈസ് ഒന്ന് പറയാമോ? നിങ്ങൾ എത്ര രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കണേ? $300. റിസ്റ്റ് റിവാർഡ് എത്രയാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്? 1 വേണോ 2 വേണോ? അല്ല ഏതെങ്കിലും ഒന്നുള്ളൂ? 1. സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം എത്രയായിരുന്നു? 6. കാൽക്കുലേറ്റർ അമർത്തിയ പരിപാടി കഴിഞ്ഞു. 0.0 മൈക്രോലോട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ബ്രോക്കറുടെ അക്കൗണ്ടിൽ ക്വാണ്ടിറ്റിയിൽ അടിക്കേണ്ടത്. സാർ അതുപോലെ ഈ എനിക്ക് ഈ വെബ്സൈറ്റ് ലോഡ് ആവുന്നില്ല കാൽക്കുലേറ്റ് ചെയ്തിട്ട്. ലോഡ് ആവണില്ലെങ്കിൽ അടുത്ത വെബ്സൈറ്റ് പിടിച്ചോ. അപ്പൊ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം, പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ. അപ്പൊ രണ്ടാമത് പറഞ്ഞത് ബേബി പിപ്സ്. അപ്പൊ ഇതിൽ ഇതേ സെയിം മാതൃക തന്നെ. അക്കൗണ്ട് ഡോളർ നിങ്ങൾ മാറ്റണ്ട, അത് നമ്മുടെ അക്കൗണ്ടിൽ ഏത് കറൻസി ആണെന്നുള്ളതാണ്. അക്കൗണ്ട് ബാലൻസ് 1000 അല്ല 300 അല്ല പറഞ്ഞേ, 300. റിസ്ക് പെർസെൻറ്റേജ് 1. സ്റ്റോപ്പ് ലോസ് പിപ്സ് 6. കറൻസി പെയർ ഏതായിരുന്നു? AUD CAD. അപ്പൊ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം AUD CAD. ഇനി ഇവിടെ ഈ ഒരു കാൽക്കുലേറ്ററിന്റെ ഒരു പ്രശ്നം, AUD CAD നമ്മൾ അടിച്ചു കൊടുത്താൽ ഡോളറിന് ഇപ്പൊ എന്ത് വിലയുണ്ടെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ അതാണ് ഇത് അത്ര നല്ല ഒരു വെബ്സൈറ്റ് അല്ലാത്ത. നമുക്ക് അത്യാവശ്യത്തിന് അത് ക്രാഷ് ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം. USD CADക്ക് എത്ര ആസ്ക് പ്രൈസ് ഉണ്ടെന്ന് നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പൊ ഒരു ചെറിയ സ്റ്റെപ്പും കൂടി ഉണ്ട്. USD CAD എടുക്കുക, അതിന്റെ ആസ്ക് പ്രൈസ് നമ്മൾ അടിച്ചു കൊടുക്കുക. ഏകദേശം അടിച്ചാൽ മതി. 1.4182 ഇപ്പോഴത്തെ വില 1.4182. 1.4182. അവസാനം ഒരു 7 ഉണ്ട് അല്ലെ, 6. ഇത് നമ്മൾ കൊടുക്കണം, ശരിയല്ലേ? ഇവിടെ മൈക്രോ ലോട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, അവിടെ ലോട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ ലോട്ട്സിന്റെ പെർസ്പെക്റ്റീവില് 0.07 ലോട്ട്സ് ആണ്, അതായത് 7 മൈക്രോ ലോട്ട്. ഇവിടെ മൈക്രോ ലോട്ട് എത്ര തന്നെയാണെന്ന് പറഞ്ഞു തരും, 7 മൈക്രോ ലോട്ട്. അപ്പൊ ഇതാണ് കുറച്ച് ബെറ്റർ, കാരണം നമ്മൾ അവിടെ അടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇവർ തരുന്നത്. ഇതാവുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കി വെച്ചിട്ട് അവിടെ പോയിട്ട് 0.07 അടിക്കണം. ക്ലിയർ ആണ്? അപ്പൊ ഇതിനേക്കാളും ബെസ്റ്റ് MyFX ബുക്ക് കാൽക്കുലേറ്റർ ആണ്. ഇനി വെബ്സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മൊബൈലിലെ ആപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ FX കാൽക്കുലേറ്ററിലേക്ക് പോകണം മാനുവലി. ആ ആപ്പിന്റെ ഉള്ളിൽ ആദ്യം കയറണം, പിന്നെ FX കാൽക്കുലേറ്ററിലേക്ക് സെലക്ട് ചെയ്യണം, എന്നാലും ഇങ്ങോട്ട് വരുള്ളൂ. മറ്റേതാകുമ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് വരും, ഈ പേജിലേക്ക് വരും. ഓക്കെ. അല്ലെ, ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ സ്റ്റോപ്പ് ലോസ് ആണ് എല്ലാവരും അളക്കാറ്, ടാർജറ്റ് ആരും അളന്ന് നോക്കാറില്ല. കാരണം എന്താ, സ്റ്റോപ്പ് ലോസിന് ബേസ് ചെയ്തിട്ട് എത്ര ഇരട്ടി ടാർജറ്റ് വെക്കണം എന്നാണ് നമ്മൾ തീരുമാനിക്കാറ്. 1 വേണോ, 2 വേണോ, 1.5 വേണോ, അതല്ലെങ്കിൽ റാൻഡം പോയിന്റ്. ഒരു റാൻഡം പോയിന്റ് ഇപ്പൊ നമ്മൾ ഏതായിരുന്നു, നമ്മുടെ AUD CAD അല്ലായിരുന്നേ? ഓക്കെ, റാൻഡം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാന്ന് വിചാരിച്ചു, ഒരു റാൻഡം പോയിന്റ്. അപ്പൊ നമ്മളത് അളക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, നമ്മുടെ റിസ്ക് ബേസ് ചെയ്തിട്ടാണ് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യണത്. നമുക്ക് എത്ര റിവാർഡ് കിട്ടുമെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. റിസ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിവാർഡ്, നമ്മൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങണം നിശ്ചയിക്കുന്നത് അല്ലേ? റിവാർഡാണ് വിചാരിച്ചു. റിവാർഡ് റിസ്ക് ആണ് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതിന് റിസ്ക് കാൽക്കുലേറ്റർ എന്നും കൂടി പറയാം. പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററിന് പകരം റിസ്ക് കാൽക്കുലേറ്റർ. നമുക്ക് എത്ര റിസ്ക് ഉണ്ട്, എത്ര ഡോളർ റിസ്ക് ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ പറയാണ് ഇത്ര റിസ്ക് എടുക്കാനേ താല്പര്യമുള്ളൂ, $10. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റും, ഇതാണ് വ്യത്യാസമുള്ളൂ. ക്ലിയർ അല്ലേ?
മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലോട്ട് വാങ്ങുന്ന കാണിച്ചു അത് കാണിക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് സെക്ഷൻ വെക്കുന്നുണ്ട്. മെറ്റാ ട്രേഡർ എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ? മെറ്റാ ട്രേഡർ ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു സെക്ഷൻ അടുത്തൊരു സെക്ഷനിൽ കാണിക്കാം. അത് മൊബൈലിൽ നിന്ന് ലോഞ്ച് ചെയ്യണം. കാരണം നമുക്കത് വെബ്സൈറ്റിലല്ല എളുപ്പം. കാരണം എല്ലാവർക്കും മിക്കവർക്കും മൊബൈലല്ലേ ഉള്ളൂ. മൊബൈലിൽ നിന്ന് യൂസ് ചെയ്യണതാണ് അത് എളുപ്പം. അതിൻ്റെ വെബ് വെർഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. മൊബൈൽ വളരെ ഈസിയാണ്. MT5 ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഗൂഗിളിൽ പോയിട്ട് MT5 എന്നടിച്ചു കൊടുക്കുക. അതിൻ്റെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് വരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. അതിൽ ക്വാണ്ടിറ്റി അടിക്കാം, കറൻസി ഏതെന്ന് ചൂസ് ചെയ്യാം, സ്വൈപ്പ് ചെയ്താൽ ബൈ ആയി. അതിൽ സ്റ്റോപ്പ് ലോസ് ചോദിക്കും, ടാർജറ്റ് ചോദിക്കും. അവിടെ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണെങ്കിൽ 0.98 അവിടെ ടൈപ്പ് ചെയ്യുക. ടാർജറ്റ് ചോദിക്കുന്നിടത്ത് 0.98 ടൈപ്പ് ചെയ്യുക. അത്രേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. 5 മിനിറ്റ് കൊണ്ട് എടുക്കാവുന്ന ക്ലാസ്സുള്ളൂ അത്. അപ്പോൾ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് വരാം. സോഫ്റ്റ്വെയറിൻ്റെ പേര് MT5 ആണ് അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ പിക്ചറൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. MT5 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇതാണ് സംഭവം. നിങ്ങൾ ഫോറക്സ് ട്രേഡിങ്ങിൽ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർ മറ്റാരെങ്കിലുമൊക്കെ ട്രേഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? സ്ക്രീൻഷോട്ടുകളൊക്കെ ഓരോ ഗ്രൂപ്പിൽ വരുന്നതൊക്കെ. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതതിൻ്റെ ബ്ലാക്ക് വെർഷൻ. നമുക്കതിന് വൈറ്റ് ആക്കിയിടാം, ബ്ലാക്ക് ആക്കിയിടാം. ഇതതിൻ്റെ വൈറ്റ് വെർഷൻ. ഇതുപോലെയാണ് അത് ഇരിക്കുക. അതിൻ്റെ ഓർഡർ ഇടുന്ന സ്ഥലം എവിടെയാണ് ഇരിക്കുക. ഇതുപോലെ കാണാം. കറക്റ്റായിട്ട് ഇതുപോലെ കാണാം. ഇവിടെയാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ അടിച്ചു കൊടുത്താൽ 0.7 അല്ലെങ്കിൽ 0.07 അത് ഇവിടെയാണ് അടിച്ചു കൊടുക്കുക. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ടാർജറ്റ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇവിടെ ബൈ എന്ന് പറയുന്ന ബട്ടനാണ് കാണാം. ഇതിപ്പോൾ ഓൾറെഡി ബൈ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ക്ലോസ് ചോദിക്കുന്നത്, ക്ലോസ് ചെയ്യട്ടേന്ന് ചോദിക്കുന്നത്. ലാഭം കിട്ടി, $4 കിട്ടി, ക്ലോസ് ചെയ്യട്ടേന്ന് ചോദിക്കുന്നത്. അപ്പം ആക്ച്വലി ഇവിടെ ബൈ എന്ന് പറഞ്ഞിട്ടാണ് കാണാം, അല്ലെങ്കിൽ സെല്ല് എന്ന് പറഞ്ഞിട്ടാണ് കാണാം. ഇതവിടെ കിടക്കുന്നുണ്ട്, കണ്ട ബൈ സെല്ല്. അപ്പോൾ നമുക്കത് അടുത്ത ദിവസം നമുക്കത് കാണാം. പറഞ്ഞു. ഹലോ പറഞ്ഞു. ക്ലിയർ ആണ്. പറഞ്ഞു. ഓ സുമേഷ്, വോയിസ് ക്ലിയർ ആവണില്ല. ബ്രേക്കായി കേൾക്കണ. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അൽപാരിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, നല്ല കാര്യം. അപ്പൊ അൽപാരിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്താലും നമ്മൾ അൽപാരിയിലല്ല ആക്ച്വലി ട്രേഡ് ചെയ്യുക. നമ്മൾ MT5 ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുക. അൽപാരിയിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ബ്രോക്കറുടെ വെബ്സൈറ്റാണ് നമ്മൾ അതിലെ ട്രേഡിംഗ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ MT5ലാണ് ട്രേഡ് ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ബ്രോക്കേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് MT5 അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ആപ്പ്. ഓ കട്ടായി പോണു. അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നിങ്ങൾ വേൾഡിലെ ഏത് ഫോറക്സ് ബ്രോക്കറുടെ അടുത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിലും MT5ലൂടെയാണ് അത് ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റും. അപ്പൊ MT5 പഠിച്ചു വെച്ചാൽ അതിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം, ഏത് ബ്രോക്കറുടെ അടുത്തേക്ക് പോയാലും. പക്ഷെ ഒരു ബ്രോക്കറുടെ ആപ്പ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ കുടുങ്ങി പോകും. അതിലും ഇത് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അപ്പൊ പല ആൾക്കാരും പല ബ്രോക്കേഴ്സ് ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുക. ഞാൻ ഒരു മിനിറ്റ് ഞാനൊന്ന് കയറാൻ നോക്കട്ടെ ഗൂഗിൾ മീറ്റിൽ കൂടി. സ്ക്രീൻ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ നോക്കട്ടെ.
join here too. ആ ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ഓ സോറി. ഹലോ ഹലോ. ഹലോ. ഓക്കെ, വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വോയിസ് കേൾക്കുന്നില്ലേ? വോയിസ് ഓക്കെ. അപ്പോൾ നമുക്ക് എന്നാൽ ഇത് ഇന്ന് തന്നെ കാണാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും മെറ്റാ ട്രേഡർ എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ നമ്മൾ മെറ്റാ ട്രേഡറിൽ ഓക്കെ, ഇവിടെ നമുക്ക് മാനേജ്, ഇവിടെ ഒരു 3 ലൈൻസ് കണ്ടോ? ടോപ്പിൽ 3 ലൈൻസ്. ആ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ മാനേജ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ ബ്രോക്കറുടെ പേര് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ അൽപ്പാരി ആണെങ്കിൽ അൽപ്പാരി അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഐഡിയും പാസ്വേഡും ചോദിക്കും. ആ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇതുപോലെ അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ഓണായി വരും. അക്കൗണ്ട് ഓണായി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലുള്ള ഓപ്ഷൻസിലേക്ക് പോവാം. ഫോർ എക്സാമ്പിൾ കോഡ്സ്, ചാർട്ട്സ്, ട്രേഡ്, ഹിസ്റ്ററി, മെസ്സേജസ്, ഇതുപോലുള്ള ഓപ്ഷൻസിലേക്ക് പോവാം. അപ്പോൾ ആരെങ്കിലും ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഓൾറെഡി? നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ഒരു ആപ്പ് കാണുന്നത്?
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആപ്പിൽ ഓരോരോ പീസുകൾ നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ചില പോർഷൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത് നമുക്ക് സെപ്പറേറ്റ് ഈ ആപ്പ് മാറ്റി വെച്ചിട്ട് കാണാം. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള പേജസുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കോട്സ് എന്ന് പറയുന്ന പേജ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള സ്ക്രിപ്റ്റ്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു മേജർ പെയേഴ്സ്, മൈനർ പെയേഴ്സ് അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിലേതെങ്കിലും സ്ക്രിപ്റ്റ്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഈ ഓർഡറിൽ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പേരുകൾ ഗ്രൂപ്പിലിടാം. അത് നിങ്ങൾ ആദ്യം തന്നെ 1 by 1 ആയിട്ട്, സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്ട്രുമെന്റ്സിനെ പറയുന്ന പേരാണ്. ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ പെയറുകളെ. പെയിൻ ഇൻസ്ട്രുമെന്റ്സ് എന്നോ സ്ക്രിപ്റ്റ്സ് എന്നോ അല്ലെങ്കിൽ കറൻസികൾ എന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ഇൻസ്ട്രുമെന്റ്, ട്രേഡബിൾ ആയിട്ടുള്ള ഓരോ ഇൻസ്ട്രുമെന്റുകൾ നമുക്ക് ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ ഇതിൽ ചെയ്ത് കാണിച്ചാൽ ആ പെൻസിലിന്റെ പിക്ചർ ഇല്ലേ, ടോപ്പിലൂടെ ഒരു പെൻസിലിന്റെ പിക്ചർ ഉണ്ടായിരുന്നില്ലേ, ഈ കാണുന്നത്, ഈ പെൻസിലിന്റെ പിക്ചറിന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതില് നമുക്കിപ്പോ ഒരു ഡെലീറ്റഡ് പിൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? MT5 സോഫ്റ്റ്വെയർ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഡെലീറ്റഡ് പിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറെ റെക്ടാങ്കിൾസ് ആയിട്ട് വരും. അപ്പൊ അതിലെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങളിൽ കുറെ ഡീഫോൾട്ട് ആയിട്ട് വന്ന് കിടക്കണ്ടാവും, അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് നമ്മുടേതായ ഒരു ഓർഡർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സെലക്ട് ചെയ്തിട്ട് ആ ബിന്മ പോയി എല്ലാം മാഞ്ഞു പോയി അല്ലേ. അവിടെ ഒരു പെയർ മാത്രം അവിടെ കിടക്കേണ്ടത്, മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഹീറോയിസ്റ്റ്. ഇനി വീണ്ടും നമ്മൾ ആഡ് ബട്ടണിലേക്ക് പോവാം, എന്നിട്ട് 4Xലേക്ക് പോവാം. എന്നിട്ട് ഇതില് ഈ കാണുന്നത് കുറെ ഉണ്ട്, ഇതില് കണ്ടോ കുറെ പെയേഴ്സ് ഉണ്ട്. ഈ ലോകത്തുള്ള പല രാജ്യങ്ങളിലെ പെയേഴ്സുകളിൽ കാണും. അപ്പൊ നമുക്കിതിൽ ഏത് മതി? ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യണ ഇത്രയും സ്ക്രിപ്റ്റ്സുകൾ പോരെ. അപ്പൊ ഇതിവിടെ നമ്മൾ ആ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നത് നോക്കിയിട്ട് നിങ്ങൾ 1 by 1 ആയിട്ടായിരിക്കും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ആൽഫബറ്റിക് ഓർഡറിലാണ് ഞാൻ ഇവിടെ ഇട്ടേക്കണേ. അപ്പൊ ഇതേ ഓർഡറിൽ ഞങ്ങളുടെ ആഡ് ചെയ്ത് പോവാം. ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കാണിക്കാം. AUD CHF, AUD USD, AUD CID അല്ലേ. അപ്പൊ AUD CHF, AUD ഏതായിരുന്നു ഇതിലെല്ലാം ഇല്ല, AUD CAD, AUD JPY, AUD NST, AUD പിന്നെ നമുക്ക് ഏതാ വേണ്ട, AUD USD. മനസ്സിലായി? ഇപ്പൊ ഈ 5 എണ്ണത്തുമ്പോ ഒരു പ്ലസിന്റെ ഈ 5 എണ്ണത്തുമ്പോ ടിക്ക് വീണുണ്ട് അല്ലെ. ഈ 5 എണ്ണത്തുമ്പോ മാത്രം ടിക്ക് വീണുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ ആഡ് ചെയ്തൊക്കെ അവിടെ കാണാൻ പറ്റും. വീണ്ടും കൂടി ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതുപോലെ നിങ്ങളെല്ലാം 28, 30 ബിറ്റ്കോയിനും ഗോൾഡും എല്ലാം ആ സ്പെല്ലിങ് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്ത് ക്ലിയർ ചെയ്യാം. ചില ബ്രോക്കേഴ്സിന്റെ അടുത്ത് ചില സ്ക്രിപ്റ്റ്സുകൾ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ സ്ക്രിപ്റ്റ്സുകളൊക്കെ എല്ലാ ബ്രോക്കേഴ്സിന്റെ അടുത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വാച്ച് ലിസ്റ്റ്. ട്രേഡിംഗ് വ്യൂവിൽ മെറ്റാ ട്രേഡർ ഗൂഗിൾ പ്ലേ സ്റ്റോറിലല്ലോ. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലല്ല, സോറി, ഗൂഗിളിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. MetaTrader.apk എന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്തോ. അല്ല അതന്നെ MetaTrader 5 എന്ന് അടിക്കുമ്പോൾ ആദ്യം വരാറുണ്ട്. എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ, ആ പേജ് കിട്ടുന്നില്ലെങ്കിൽ APK എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ട്രേഡിംഗ് ഒക്ട എന്ന് പറയുന്ന ആപ്പല്ലോ. കാണും MT5 അല്ലെങ്കിൽ MetaTrader എന്ന് അടിച്ചാലും കുഴപ്പമില്ല. MetaTrader 5 കണ്ടോ, ഇവിടെ അടിക്കുമ്പോൾ തന്നെ APK വരുന്നുണ്ട്. ആ APK എന്ന് ടൈപ്പ് ചെയ്തോ. അപ്പൊ ഇങ്ങനെ ഒരു പേജാണ് ആദ്യം വരാം. ഇതാണ് MetaTraderന്റെ ലോഗോ. നിങ്ങൾ എന്തെന്നാ ടൈപ്പ് ചെയ്തിരുന്നത്? MetaTrader 5 എന്നാണോ? അല്ല, അത് കുറച്ച് സ്ക്രോൾ ചെയ്തിട്ട് നോക്കിയാൽ അല്ല, സ്ക്രോൾ ചെയ്യേണ്ട, അല്ലാണ്ട് തന്നെ വരുന്നു. MetaTrader 5 എന്ന് അടിച്ചാൽ ആദ്യം വരാ ഇവരുടെ വെബ്സൈറ്റാ. കാരണം ഇത് വേൾഡിൽ തന്നെ കൂടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോറക്സ് ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്പാണ്. അപ്പൊ ആദ്യം തന്നെ വരുന്നുണ്ട്, കാരണം അതിൽ ഡൗൺലോഡ് ഉണ്ട്. അല്ലെങ്കിൽ വെറുതെ MetaTraderന്റെ ഉള്ളിലേക്ക് പോയി അതിന്റെ ഉള്ളിൽ കാണാം. അപ്പൊ ഇവിടെ ആൻഡ്രോയിഡ് കണ്ട, ആൻഡ്രോയിഡ്. അപ്പൊ ഡൗൺലോഡ്സിൽ ഇപ്പൊ വിൻഡോസിലൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് ചെയ്യാം. ഇവിടെ കണ്ട .apk. അത് ഫോണിൽ നിന്ന് കയറുമ്പോൾ അത് നേരെ ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആയിക്കോളും.
സാറേ പക്ഷെ എനിക്ക് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ കിട്ടിയായിരുന്നു. ചിലപ്പോൾ കിട്ടിയേക്കാം. പ്ലേ സ്റ്റോറിൽ കിട്ടണം നിർബന്ധമില്ല. ഓക്കെ. അപ്പൊ ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടില്ലേ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഫയൽ. അതായത് ഇതിൽ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. മാക് ഉള്ളവർക്ക് ഇത് എടുക്കാം, വിൻഡോസ് ഉള്ളവർക്ക് ഇത് എടുക്കാം, ലിനക്സ് ഉള്ളവർക്ക് ഇത് എടുക്കാം. നമ്മൾ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഇതാണ് ഫയൽ. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ഇവിടെ ഒരു QR കോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ QR കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ PC-യിലെ ലാപ്ടോപ്പിൽ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇവിടെ QR കോഡ് സ്കാൻ ചെയ്താൽ തന്നെ അതിലേക്ക് പൊക്കോളും. ആ APK നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ആയിക്കോളും. സാറേ ഈ അൽപ്പാരിയിൽ നമ്മുടെ ഈ കൺട്രി കൊടുക്കുമ്പോൾ എനിക്ക് ഇപ്പം കാനഡയിൽ ഇപ്പം നിൽക്കുന്നത്, അപ്പം അത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് കൺട്രി മാറ്റിയ വിഷയമുണ്ടോ? കാനഡ കൊടുക്കാൻ പറ്റുന്നില്ല. ഇല്ല. അപ്പോൾ അതിലുള്ള കൺട്രി കൊടുത്തോ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഓക്കെ അപ്പൊ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ അതിൽ നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യുക. അപ്പൊ ഈ ബ്രോക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ വേണമെങ്കിൽ ബ്രോക്കറുടെ അക്കൗണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനോ ഇൻസ്റ്റാൾ ചെയ്യാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഇതിലൊരു വോയിസ് ഇട്ടാൽ മതി. എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൽപ്പാരിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ ഒക്കെ നമ്മുടെ ട്രേഡ് ടോക്സിൻ്റെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ 2 പേരുടെ നമ്പർ ഉണ്ട്. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരെ വിളിച്ച് അവർ ഹെൽപ്പ് ചെയ്ത് തരും, പറഞ്ഞു തരും. ഞാൻ ഈ നമ്പേഴ്സ് ടെക്സ്റ്റിൽ ഇട്ടേക്കാം. ചാറ്റിലിട്ടേക്കാം. നന്ദു, സിനു. നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. പറ്റണില്ല, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷൻ അങ്ങനെ പറ്റണില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊരു ബ്രോക്കറുടെ ആപ്പ് എടുക്കുകയാണ്, ഏത് ബ്രോക്കറാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് വിളിക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ ട്രേഡ് ടോക്സിന്റെ തന്നെ ഒരു റഫറൽ ID ഉണ്ട് 727275. അത് യൂസ് ചെയ്ത് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വിഡ്രോവലോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റോ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ഹെൽപ്പ് ചെയ്തോളും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ID പ്രൂഫ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈസൻസ്, പാസ്പോർട്ട്, ഇതിൽ ഏതെങ്കിലുമുള്ള ID പ്രൂഫ് എടുത്തുകൊണ്ട് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. അവരത് ഹെൽപ്പ് ചെയ്ത് തരും. ഓക്കെ അല്ല. അപ്പോൾ നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ സ്ക്രിപ്റ്റ്സുകൾ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ആഡ് ചെയ്യാം. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് കിട്ടണമെങ്കിൽ 2ാമത്തെ പേജിലേക്ക് പോവാം. ഇവിടെ ഏറ്റവും താഴെ നമുക്ക് കോട്സ് കഴിഞ്ഞാൽ 2ാമത്തെ പേജാണ് ചാർട്ട്. കോട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പേയേഴ്സ്. കോട്സ് എന്നും പേരുണ്ട്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ആക്കണ്ട, പലരും പല പേരാ പറയാ. കോട്സ് നമ്മൾ പഠിച്ചല്ലോ, കോട്ട് കറൻസി, ബേസ് കറൻസി, കോട്സ്. അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ്, സ്ക്രിപ്റ്റ്സ് ആഡ് ചെയ്യാന്ന് പറയും. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ സ്റ്റോക്സുകൾ ആഡ് ചെയ്യാന്ന് പറയും. പകരം ഫോറക്സിൽ കോട്ട്സോ സ്ക്രിപ്റ്റ്സോ എന്നൊക്കെ പറയും. അപ്പോൾ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട വരാറില്ല. നമ്മൾ ട്രേഡിംഗ് വ്യൂ ആണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാർട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. മെറ്റാട്രേഡർ 5 ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, നമുക്ക് ഇതിൻ്റെ ചാർട്ടിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ ടൈം ഫ്രെയിം മാറ്റുന്നതിന് വരെ ഇവിടെ Day 1 എടുക്കണമെങ്കിൽ Day 1 ക്ലിക്ക് ചെയ്യുക. ഇനി അത് മാറ്റിയ H1 എടുക്കണമെങ്കിൽ, അതായത് 1 hour ചാർട്ട് എടുക്കണമെങ്കിൽ ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഇവിടുന്ന് നമുക്ക് സിമ്പിൾ മാറ്റാം. കേട്ടോ, നമ്മൾ ആഡ് ചെയ്തിട്ടാണ് സിമ്പിൾ മേലെ കാണാനുണ്ട്. അപ്പൊ ഇനി ആ സിമ്പിളിന്റെ ചാർട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ AUD CHF അതിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് സ്വിച്ച് ചെയ്യാം. അല്ലെ, ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഓർഡർ ഇടാൻ പറ്റും.
ഈ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ലോട്ട് സൈസ് അടിച്ചു കൊടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും. അപ്പോൾ ശരിയായ രീതി ഇതല്ല, നിങ്ങൾക്കൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് ബൈ ആ ബൈമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു വെച്ചേക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ വെക്കാം. ഈ ഓർഡേഴ്സുകൾ, ലിമിറ്റ് ഓർഡേഴ്സ്, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, അതൊക്കെ നമ്മൾ പഠിക്കും എന്താണെന്നുള്ളത്. പല ടൈപ്പ് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണെന്നുള്ളത് ഇവിടെ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ട ഏറ്റവും താഴെ കണ്ട സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, ഇതൊക്കെ ഇവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ ഓർഡർ ഇടുമെന്നും എങ്ങനെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെക്കുന്നുള്ളതും ഇവിടെ ചാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുത്ത് നോക്കാം. ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മൊത്തം ക്യാഷിൻ്റെ ബാലൻസും ഇക്വിറ്റിയും ഫ്രീ ആയിട്ടുള്ള മാർജിൻ ഇതുപോലെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുക. അതായത് നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിലിപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്ത് നഷ്ടമോ ലാഭമോ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ ബാലൻസ് എത്രയായി, അതാണ് ഇക്വിറ്റി ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ലിവറേജ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ എത്ര മാർജിൻ ഉണ്ട്, എത്ര മാർജിൻ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി ഒരു കച്ചവടം നടത്തണമെങ്കിൽ, ബാക്കി ഒരു കറൻസി വാങ്ങണമെങ്കിൽ അതിനെന്തോരം ബാക്കിയുണ്ട്, അതാണ് ഫ്രീ മാർജിൻ. ഇതൊക്കെ ഇവിടെയാണ് കാണാം. ട്രേഡ് എന്ന് പറയുന്ന ഈ പേജിലാണ് കാണാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു ട്രേഡുകൾ എടുത്തിട്ടാലും ഇവിടെയാണ് കാണാം. അപ്പോൾ നമ്മളത് ഒരു ട്രേഡ് എടുത്തിട്ടിട്ട് നമുക്ക് ഇവിടേക്ക് തിരിച്ചു വരാം. അപ്പം അതിനുശേഷം ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. ആ ഹിസ്റ്ററിയിലും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രോഫിറ്റ് 0 ആണ്, ഡെപ്പോസിറ്റ് അവിടെ ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട്, ബാലൻസ് കാണിക്കുന്നുണ്ട്. നമ്മൾ ട്രേഡുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡുകൾ നമ്മൾ ഓൾറെഡി എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലേക്ക് വരും. നമ്മൾ എടുത്തിട്ടേക്കാണെങ്കിൽ ട്രേഡിലാണ് കാണിക്കുക, പ്രസന്റ് ടെൻസ് ട്രേഡിലാണ് കാണിക്കുക, പാസ്റ്റ് ടെൻസ് ഹിസ്റ്ററിയിലാണ് കാണിക്കുക. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലൊരു ഓവർവ്യൂ. ഇനി നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് എടുക്കുന്നതിനെ കുറിച്ചും എങ്ങനെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഇതിൽ വെക്കും എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ നേരത്തെ പഠിച്ച ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാം അല്ലേ. മൊത്തം ഈ ഒരു ആപ്പിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്കൊരു ട്രേഡ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാം. വെറുതെ നമുക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് എടുക്കാതെ നമ്മൾ പഠിച്ചതെല്ലാം കണക്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂറോ USD എനിക്കൊരു ട്രേഡ് എടുക്കണം. അപ്പോൾ ഞാൻ അതുമ്പോൾ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ന്യൂ ഓർഡർമ ക്ലിക്ക് ചെയ്യണം. ഒരു പുതിയ ഓർഡർ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇതാണ് നമ്മൾ നേരത്തെ ആ സ്ക്രീൻഷോട്ടിൽ കാണിച്ചിരുന്ന പേജ്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് നമ്മൾ അളന്നല്ലോ, അത് അടിച്ചു കൊടുക്കേണ്ടത് ഇവിടെയാണ്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഒരു ട്രേഡ് എടുക്കാം. ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ്സ് ഇപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഒരു ട്രേഡ് നമുക്കിപ്പോൾ എടുക്കാൻ നോക്കാം. ഏതെങ്കിലും ഒരു ട്രേഡ്, ഇപ്പോൾ നമ്മൾ ലാഭത്തിലോ നഷ്ടത്തിലോ ഒന്നും പോകുന്ന ട്രേഡ് കണ്ടുപിടിക്കാൻ ഇത്ര സമയം കൊണ്ട് എളുപ്പമല്ല. പ്രൊഫഷണൽ ട്രേഡേഴ്സ് മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഒരു നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ബൈ ട്രേഡ് ചെയ്യാം. സെൽ ട്രേഡ് ചെയ്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ഒരു ബൈ ട്രേഡ് ചെയ്യാം അല്ലേ. ഓക്കെ, ഈ ഒരു സ്ക്രിപ്റ്റ്സ് നമുക്ക് എടുക്കാം. GBP CHF നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. ഇത് 5 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകുന്നു, ഇവിടെ നമ്മുടെ ടാർഗറ്റ് വെക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാദ്യം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് അളന്ന് നോക്കിയിട്ട് പറയാമോ എത്ര പിപ്സ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, എത്ര ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. നിങ്ങളിൽ ഓൾറെഡി ആ FX കാൽക്കുലേറ്റർ ഓൾറെഡി നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അളന്നിട്ട് എത്ര മൈക്രോലോട്ട് എടുക്കാൻ പറ്റുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എത്ര പിപ്സ് ആണെന്നെങ്കിലും പറയാം. എത്ര പിപ്സ് ആണ് അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. 8 പിപ്സ് അല്ലേ. കാരണം എന്താ, 20-ൽ നിന്ന് 12 കുറച്ചാൽ മതി, ബാക്കിയൊക്കെ കോമൺ അല്ലേ. അവസാനത്തെ കണ്ടില്ല എന്നടിക്കാം അല്ലേ. അപ്പോൾ 8 പിപ്സ് നമുക്ക് GBP CHF-ൽ എത്ര ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുന്നുള്ളത് നോക്കാം. GBP CHF നമ്മൾ കോപ്പി ചെയ്തു, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്ത് വെച്ചു. നമ്മളിവിടെ പോയിട്ട് നമ്മുടെ പൊസിഷൻ കാൽക്കുലേറ്റർ, ഇതല്ല മറ്റേ ഇത്, അക്കൗണ്ട് കറൻസി സെലക്ട് ചെയ്തു. ആ പരസ്യം വന്നു കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും ചെയ്യേണ്ടി വരും. അക്കൗണ്ട് കറൻസി $, ഇത് GBP CHF. അക്കൗണ്ട് സൈസ് എത്രയാണ്, നമ്മുടെ ഇത് ഡെമോ അക്കൗണ്ട് ആണ്. അപ്പോൾ ഇതിവിടെ എത്രയാണ് കാണിച്ചത്, 10,000 അല്ല, അത് 1,00,000 ആണോ?
നമുക്ക് എങ്ങനെ ഒരു ഡെമോ അക്കൗണ്ട് തുടങ്ങാന്നുള്ളത് കഴിഞ്ഞിട്ട് കാണാം. അക്കൗണ്ട് ബാലൻസ് 1,00,000 അല്ലേ? ഇതൊരു ഡെമോ അക്കൗണ്ട് ആണ്. നമുക്ക് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ 1,00,000 ആണ് നമ്മളുടെ അക്കൗണ്ട് ബാലൻസ്. അപ്പോൾ ഇത് നമുക്ക് അളന്ന് തന്നെ എടുക്കാം. 1,00,000 നമ്മുടെ അക്കൗണ്ട് സൈസ്. ഇപ്പോൾ ഒരു 5 വേണ്ടേ? 5 അല്ലേ? 1 2 3 4 5. റിസ്ക് റിവാർഡ് 1. സ്റ്റോപ്പ് ലോസ് പിപ്സ് എത്രയാണ് നമ്മൾ അളന്നത്? എത്രയാണ്? അപ്പോൾ ലാസ്റ്റ് പോയി അളന്നാലും മതി, അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ മാർക്കറ്റ് മാറും അല്ലേ? ഇവിടെ നോക്കണമെന്നില്ല. ഇനി ഷോർട്ട് പൊസിഷൻ ടൂൾ എടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ ലോങ് പൊസിഷൻ ഷോർട്ട് പൊസിഷൻ ടൂൾ എടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇവിടെ അളക്കുക. അപ്പം തന്നെ കാണാം 7 പിപ്സ്. അവസാനത്തെ 7 കാണണ്ട 7 പിപ്സ്. അതിവിടെ അടിച്ചു കൊടുക്കുന്നു. എത്ര ക്വാണ്ടിറ്റി വാങ്ങാം? കാൽക്കുലേറ്റ് അടിക്കുക. നമുക്ക് 11 ലോട്ട്സ് വാങ്ങാം അല്ലേ? വലിയ അക്കൗണ്ടാണ് അല്ലേ? ഇപ്പോൾ 11 ലോട്ട്സ് വാങ്ങാം. അപ്പോൾ ഞാനത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോട്ട്സിൽ പോയി. ഇത് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടില്ല. GBP CHF. അപ്പോൾ നമ്മൾ ഇത് ആദ്യം ആഡ് ചെയ്യണം. കാണുന്നുണ്ടല്ലോ അല്ലേ? GBP CHF പ്ലസ് ബട്ടൺ ഞെക്കി. അപ്പോൾ അത് ആദ്യം ആഡ് ചെയ്ത് വെച്ച് എപ്പോഴും ആഡ് ചെയ്യണ്ട. നമുക്ക് ട്രേഡ് വരുമ്പോൾ പിന്നെ തലവേദന ഇല്ല. ആദ്യമേ ആഡ് ചെയ്ത് വെക്കാം. GBP CHF ഞാൻ ആഡ് ചെയ്തു. പ്ലസ് ബട്ടൺ അടിച്ചു, ബാക്ക് അടിച്ച് ഏറ്റവും അവസാനം കിടക്കേണ്ടത് ന്യൂ ഓർഡർ ഇട്ടു. ന്യൂ ഓർഡറിൽ ഇവിടെയാണ് നമ്മളത് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എത്രയായിരുന്നു നമ്മുടെ ക്വാണ്ടിറ്റി? 11.47. ഓർത്ത് വയ്ക്കുക, 11.47. 11.47 അടിച്ചു, ബൈ അടിച്ചു, പരിപാടി തീർന്നു. ഇത്രേ ഉള്ളൂ. അത് എക്സിക്യൂട്ട് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട. അപ്പം ഇനി ഹിസ്റ്ററിയിൽ പോയ ഒരു മാറ്റം വന്നിട്ടുണ്ടാവില്ല. കാരണം എന്താ, നമ്മളൊരു ട്രേഡ് ഇതുവരെ കട്ടായിട്ടില്ല അല്ലേ? എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കട്ടായി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ട്രേഡ് എടുത്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. അപ്പോൾ ട്രേഡ് എടുത്താൽ എപ്പോഴും ഒരു ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത 60 സെക്കൻഡിനുള്ളിൽ, അതായത് 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കണം. അത് നല്ലൊരു ട്രേഡിങ് ഹാബിറ്റാണ്. അപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ലോസ് കാണുന്നുണ്ടെങ്കിൽ അതാണ് സ്പ്രെഡ്. നമ്മൾ പറഞ്ഞല്ലോ, വാങ്ങണ ആളും വിൽക്കണ ആളും തമ്മിലുള്ള വ്യത്യാസം. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ട്രേഡ് എടുക്കുമ്പോൾ തന്നെ കാണുന്ന എത്രയായിരുന്നു ലോസ്. -36 ആയിരിക്കും, -46 ആയിരിക്കും, മിക്കത് നെഗറ്റീവ് ആയിരിക്കും. അതാണ് നമ്മുടെ സ്പ്രെഡ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെക്കാൻ പഠിക്കാം അല്ലേ? അപ്പോൾ സ്റ്റോപ്പ് ലോസ് എന്താണ്, ടാർജറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഈ ട്രേഡ് താഴ്ത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിത് എക്സിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അഥവാ ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, ലാഭത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിത് എക്സിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും അതിങ്ങനെ റാൻഡം ആയിട്ടല്ല എടുക്കാറ്. നമ്മൾ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ചാർട്ട് അനാലിസിസ് പഠിക്കുമ്പോൾ അതൊക്കെ പഠിക്കാം. എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എന്തുകൊണ്ട്, ഇതൊക്കെ പഠിക്കാം. ഇപ്പോൾ നമ്മൾ വെറുതെ നമ്മളൊരു റാൻഡം ആയിട്ടുള്ള പോയിന്റ് എടുക്കുകയാണ്, അതിൽ പ്രസക്തിയില്ല. പക്ഷേ സ്റ്റോപ്പ് ലോസ് നമ്മൾ ആദ്യം വെക്കണം. ടാർജറ്റ് നമുക്ക് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നോക്കിയിരുന്ന ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ടാർജറ്റ് വെക്കാറില്ല. കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് തിരിച്ചു വരാമെന്നൊക്കെ തോന്നുമ്പോൾ കട്ട് ചെയ്യും. അങ്ങനെ പലതരത്തിലാണ് ചെയ്യാറ്. പക്ഷേ സ്റ്റോപ്പ് ലോസ് 90% പ്രൊഫഷണൽ ട്രേഡേഴ്സും എടുത്ത് അപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ റെഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്രയാണ് സ്റ്റോപ്പ് ലോസ്. 1.07122 അല്ലേ? അപ്പോൾ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്താൽ അതുമ്മ പ്രസ് ചെയ്ത് പിടിക്കുക. ഞെക്കി കഴിഞ്ഞാൽ കാര്യമില്ല. ഒരു സിംഗിൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഇതുമോ വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ എക്സ്പാൻഡ് ആയി വരും. അത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് ഇവിടെ കാണാമായിരുന്നു. പക്ഷെ നമ്മൾ വെച്ചിട്ടില്ല, ടാർജറ്റും വെച്ചിട്ടില്ല. അപ്പോൾ ഇതുമോ ഒരു പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ അത് ഓപ്പണായി വരിക ചെയ്യുക, എക്സ്പാൻഡായി വരിക ചെയ്യുക. നമ്മളിത് പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു മെനു വരും. ശ്രദ്ധിക്കുക, മറക്കരുത്. നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതുമ്പോൾ പ്രസ് ചെയ്ത് പിടിച്ചാലാണ് ഇത് കയറി വരിക. കണ്ടോ? അപ്പോൾ ഇതിൽ ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അടിക്കേണ്ടത്, ആദ്യം നമ്മൾ ന്യൂ ഓർഡറാണ് കൊടുത്തത് അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ അടിക്കേണ്ടത്, ഓൾറെഡി നമ്മളൊരു ഓർഡർ കൊടുത്തു. അപ്പോൾ നമ്മൾ മോഡിഫൈ പൊസിഷനാണ് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മളുടെ നിലവിലുള്ള പൊസിഷൻ അത് ലോങ് പൊസിഷനാണ് അല്ലേ? ബൈ പൊസിഷനാണ്. അതിനി മോഡിഫൈ ചെയ്യണം. ആ ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ക്ലോസ് പൊസിഷൻ കൊടുത്താൽ ഇത് ഈ ലാഭത്തിന് നഷ്ടത്തിന് ക്ലോസ് ആവും. ഇപ്പം നിലവിലുള്ള നഷ്ടത്തിന് ക്ലോസ് ആവും. ന്യൂ ഓർഡർ കൊടുത്താൽ അടുത്തൊരു ഓർഡർ ഇടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ചാർട്ടിലേക്ക് പോകാൻ ഇവിടെ നിന്ന് പോവാം. ബൾക്ക് ഓപ്പറേഷൻസ് നമുക്ക് പതുക്കെ പഠിക്കാം. അപ്പോൾ ഇവിടെ മോഡിഫൈ പൊസിഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് പ്രസ് ചെയ്ത് പിടിച്ചു, മോഡിഫൈ പൊസിഷൻ കൊടുത്തു. ഇതിൽ നമുക്ക് ഇവിടെയാണ് ആക്ച്വലി ബേസിക് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെക്കുന്നത്.
ഇവിടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ 60 സെക്കൻഡിനുള്ളിൽ വെക്കണം. അപ്പോൾ അതെങ്ങനെ വെക്കാം? ഇവിടെ നോക്കിയിട്ട് ഓർത്ത് വെക്കുക 1.07122 നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്ക്. 1.07122 അല്ലേ? ടാർജറ്റ് വേണമെങ്കിൽ നമുക്ക് വെക്കാം, വേണമെങ്കിൽ വെക്കാതിരിക്കാൻ നമുക്ക് നോക്കിയിരുന്ന് ട്രേഡ് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ടാർജറ്റും വെക്കുകയാണ്. നമ്മൾ എടുക്കുന്ന റിസ്കിൻ്റെ 2 ഇരട്ടിയാണ് ടാർജറ്റ് വെക്കുന്നത്. ഇവിടെ എത്തിയാലാണ് ടാർജറ്റ് അടിക്കുള്ളൂ. അപ്പോൾ അത് എത്രയാണ്? ഇവിടെ ഒരു ലൈൻ വരയ്ക്കാൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം 1.07354. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാണ് മൊബൈലിൽ 1.07 എത്രയായിരുന്നു? 354 അല്ലേ പറഞ്ഞേ? സംശയം ഒന്നുകൂടി എടുത്ത് നോക്കാം. 354 അല്ലേ? ഇത്രേ ഉള്ളൂ. ഇനി മോഡിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേസ് ആയി. ഡൺ. അങ്ങനെ ഒരു മെസ്സേജ് വരും, കൺഫേംഡ് ആയി. അപ്പോൾ നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്യാം. എപ്പോഴും നമ്മളത് വെച്ചോ എന്ന് ഉള്ള ചെക്ക് ചെയ്ത് ശീലിക്കുക. ഇതിപ്പോൾ വീണ്ടും ഒന്ന് സിംഗിളായിട്ട് പ്രസ് ചെയ്താൽ മതി. ഞെക്കി പിടിച്ചാൽ വീണ്ടും അത് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓപ്പൺ ആയി വരും, എക്സ്പാൻഡ് ആയി വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചേക്കുന്ന സ്റ്റോപ്പ് ലോസും കാണാം, ടാർജറ്റും കാണാം. അപ്പോൾ നിങ്ങളൊരു ട്രേഡ് എടുത്താൽ, പ്രത്യേകിച്ച് നിങ്ങൾ സ്കാൽപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇൻട്രാഡ് ചെയ്യുന്ന ആളാണെങ്കിൽ, അപ്പം തന്നെ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. 1.0712 അല്ലേ? 1.0712. 1.0735 അല്ലേ? 1.0735. അവസാനത്തെ സംഖ്യ നോക്കണ്ട. കാരണം എന്താ? എവിടെയെങ്കിലും ഒരു നമ്പർ മാറിപ്പോയാൽ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല. നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആകുമ്പോൾ നമ്മൾ അറിയുള്ളൂ. ഇത് എവിടെയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കണേ? 1 അല്ലേ? 1.07 പകരം 1.17 വെച്ചേക്കണം. അല്ലെങ്കിൽ 1.07 പകരം 0.6 വെച്ചേക്കണം. അപ്പോൾ അല്ലെങ്കിൽ 17 പകരം 0.7 വെച്ചേക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പം തന്നെ നോക്കി ഒന്ന് കൺഫേം ചെയ്യുക. ട്രേഡ് പരിപാടി കഴിഞ്ഞു. ഇനി ഇത് നഷ്ടമാണെങ്കിൽ ഇത് ഇവിടേക്ക് എത്തിയാൽ നമുക്ക് നഷ്ടം വരും. അത് എത്ര ഡോളറാണ് നഷ്ടം എന്നുള്ളത് ഹിസ്റ്ററിയിലേക്ക് മാറും. അപ്പോൾ നമുക്കത് കാണണമെങ്കിൽ ഹിസ്റ്ററി എടുക്കേണ്ടതായി വരും അല്ലേ? ഹിസ്റ്ററി എടുക്കേണ്ടതായി വരും. അപ്പോൾ ഇവിടെ കിടക്കണ്ടാവും എത്ര നഷ്ടം എന്നുള്ളത് ഇവിടെ കിടക്കണ്ടാവും, അല്ലെങ്കിൽ എത്ര ലാഭം. അത് കഴിച്ചിട്ട് നമ്മളുടെ അക്കൗണ്ട് എത്ര കയറിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു $100 നമുക്ക് നഷ്ടം വന്നാൽ ബാക്കിയുള്ള $99,90,000 ഇവിടെ കാണും. $100 നമുക്ക് ലാഭം വന്നാൽ ബാലൻസ് എന്ന് പറയുന്നിടത്ത് $100 കൂടുതൽ കാണും. ഇത്രയുള്ളൊരു ബ്രോക്കറുടെ അക്കൗണ്ട് യൂസ് ചെയ്യാൻ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളതാണ് അറിയേണ്ടത് അല്ലേ? അപ്പോൾ ഇനി ഇതിൽ നമ്മൾ നോക്കാൻ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇനി ഇതിൻ്റെ ഉള്ളിലും സ്റ്റോപ്പ് ലോസും ടാർജറ്റൊക്കെ വെക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. ചാർട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് നമുക്ക് നമുക്ക് ഓർഡർ ഇടാൻ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും ടാർജറ്റൊക്കെ വെക്കാം. PUD CHF ഞാൻ വെറുതെ ഇവിടെ പോയിട്ട് ഒരു ട്രേഡ് ഇവിടെ നിന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാർട്ട് എന്ന് പറയുന്ന പേജിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ റെക്റ്റാങ്കിൾ ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പോയിട്ട് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ എവിടെ ഓർഡർ ഇടുക എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ റെക്റ്റാങ്കിൾ ബോക്സുമ്മ ക്ലിക്ക് ചെയ്യണം. കണ്ടോ ടോപ്പിൽ കണ്ടോ അവിടെ റെക്റ്റാങ്കിൾ ബോക്സ്, അതുമ്മ ക്ലിക്ക് ചെയ്യണം. അതുമ്മ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓർഡർ ഇടാൻ ഓപ്ഷൻ വരും. അടുത്ത ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ആദ്യം എന്തുമ്പോൾ റെക്റ്റാങ്കിൾ ബോക്സുമ്മ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇത് ഒരു മൈക്രോ ലോട്ട് വാങ്ങി നോക്കാം. നമുക്ക് വാങ്ങുന്നതിൽ ഏറ്റവും കുറവ് എന്താണ്? 0.01 ഒരു മൈക്രോ ലോട്ട്. അപ്പോൾ നമ്മൾ പൈസ ഇട്ട് ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ നിങ്ങൾ സൂക്ഷിക്കുക, $500 $200 ഇട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ 1 something ഒന്നും അടിക്കേണ്ട, 0.01 ആണ് അടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇരിക്കും അല്ലേ? ഇനി ഇവിടെ ബൈ ചെയ്യണോ സെല് ചെയ്യണോ? നമുക്ക് ഈ പ്രാവശ്യം സെല് ചെയ്യാം. നമ്മൾ നേരത്തെ ബൈ അല്ല ചെയ്തത്, സെല് ചെയ്യാം. അപ്പോൾ ഈ 1 ക്ലിക്ക് ട്രേഡ് മോഡ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോഡാണത്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. ബിഗിനേഴ്സിന് അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു എക്സെപ്ഷൻസ് ഒക്കെ വായിച്ചു നോക്കിയതിന് ശേഷം ഒരു എഗ്രിമെന്റ് ഓക്കെ അടിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്, ഈ മോഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറയാണ്. മിസ്റ്റേക്കുകൾ വരും ഭയങ്കരമായിട്ടേ. ഇത് പെട്ടെന്ന് നമുക്ക് അറിയാണ്ട് പ്രസ്സായിക്കെ പോവാലോ. മറ്റേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അടിച്ചു കൊടുക്കണ്ടേ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സൂക്ഷിക്കുന്നത് മാത്രം. അപ്പോൾ
എന്താണ്, അപ്പോൾ നമ്മളത് വൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അനുവാദമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സെല്ലായി അല്ലേ. അപ്പോൾ ഇവിടെ പോവുകയാണെങ്കിൽ ഒരെണ്ണം നമ്മൾ ഒരു മൈക്രോ ലോട്ടാണ് സെല്ല് ചെയ്തേക്കണം. അപ്പോൾ അതിൽ വലിയ മാറ്റം ഉണ്ടാവില്ല, ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ. മറ്റേത് 11 ലോട്ടാണ് സെല്ല് ചെയ്തേക്കണം, വലിയ മാറ്റമുണ്ട് അല്ലേ. അപ്പോൾ മുകളിലത്തെ വലിയ അക്കൗണ്ട് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, താഴത്തിൽ ചെറിയ അക്കൗണ്ട് ഫ്ലക്ച്വേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ക്ലോസ് ചെയ്യണം എന്ന് വിചാരിച്ചോ. നമുക്ക് കുറച്ച് ലാഭം കിട്ടി അല്ലെങ്കിൽ നഷ്ടം വന്നു. ക്ലോസ് ചെയ്യണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാൻ എങ്ങനെയാണ്? ഇതുമ്പോൾ ജസ്റ്റ് നമുക്ക് അടിയിലത്തെ ക്ലോസ് ചെയ്യാം. ഇതുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചു. അപ്പോൾ ഇവിടെ ക്ലോസ് പൊസിഷൻ എന്ന് വന്നിട്ടുണ്ട് അല്ലേ. ക്ലോസ് പൊസിഷൻ ക്ലിക്ക് ചെയ്താൽ ക്ലോസ് ആയി. ഇനി ബൾക്ക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞു നമുക്ക് അവസാനം കാണാമെന്ന്. ഇതൊന്നുമില്ല, ഒരുമിച്ച് കുറേ സ്ക്രിപ്റ്റ്സുകൾ ഒരുമിച്ച് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ എല്ലാ പൊസിഷനും ഒരുമിച്ച് ക്ലോസ് ചെയ്യാം. നമ്മൾ പ്രോഫിറ്റിൽ നിൽക്കുന്നത് മാത്രം ക്ലോസ് ചെയ്യാം. എന്താണ് ഇങ്ങനെ? ഓക്കെ, ക്ലോസ് പ്രോഫിറ്റബിൾ പൊസിഷൻ, നമ്മൾ പ്രോഫിറ്റിലുള്ളത് മാത്രം ക്ലോസ് ചെയ്യാം. സെല് ചെയ്തേക്കണത് മാത്രം ക്ലോസ് ചെയ്യാം. ബൈ ചെയ്തേക്കണത് മാത്രം ക്ലോസ് ചെയ്യാം. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ബേസിക്കലി ഒരു ന്യൂസ് ഒക്കെ വരണേ. നമ്മളിപ്പോ ആദ്യത്തെ GBP/CHF അല്ലേ വാങ്ങിയത്, പിന്നെ AUD/CHF നമ്മൾ ബൈ ചെയ്തില്ല, അല്ലാതെ ഡയറക്റ്റ് സെൽ ഓർഡർ ചെയ്തു. അതെങ്ങനെയാണ്? അതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ല, എല്ലാ ക്ലാസ്സും മുടങ്ങാണ്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനം ആദ്യം വിൽക്കുന്നതിനെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഷോർട്ട് സെല്ല് ചെയ്താൽ മാർക്കറ്റ് പിന്നെ താഴ്ത്തിക്ക് വന്നാലാണ് നമുക്ക് ലാഭം കിട്ടുക. AUD/CHF നമ്മൾ ചാർട്ട് കണ്ടിട്ടും കൂടി ഇല്ല, വെറുതെ ഒരു ടെസ്റ്റ് അടിച്ചതാണ്. അതുകൊണ്ട് അത് വളരെ കുറച്ച് ചെയ്തത്. ഈ പെയർ ഇത് നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യൂ ഇത് താഴ്ത്തിക്ക് വീഴുമെന്നാണ്. നമ്മൾ ചാർട്ട് കണ്ടിട്ടും കൂടി ഉണ്ടായിരുന്നില്ല, വെറുതെ ഒരെണ്ണം അടിച്ചതെന്നുള്ളൂ. അതുകൊണ്ടാണ് അത് 0.01 അടിച്ചു നോക്കുക. 1 ലക്ഷം രൂപയുടെ അക്കൗണ്ടിൽ 0.01 എന്ന് പറഞ്ഞ ഒരു കുലുക്കം ഉണ്ടാവില്ല, ഒരു അനക്കം ഉണ്ടാവില്ല. വെറുതെ നമ്മൾ ട്രേഡ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ് ലാഭം കിട്ടുക, മുകളിലേക്ക് പോയാൽ നഷ്ടം വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനം ആദ്യം നമുക്ക് സെല്ല് ചെയ്യാനും പറ്റും. സെല്ലിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ അത് സെല്ല് ചെയ്തതിന് ശേഷം ആ കറൻസി താഴോട്ട് പോയാൽ, ആ പെയർ താഴോട്ട് പോയാൽ നമുക്ക് ലാഭം ഉണ്ടാവുകയും മുകളിലോട്ട് കയറിയാൽ നമുക്ക് നഷ്ടം വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ആ ചാർട്ടിൽ നിന്ന് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം അല്ലേ. ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് പൊസിഷൻ ക്ലോസ് ആയി, ക്ലോസ് വിത്ത് പ്രോഫിറ്റ്. അപ്പോൾ അവിടെ നിലവിലുള്ള പ്രോഫിറ്റ് അവിടെ കാണിക്കും. ഇത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ട്, ഈ പ്രോഫിറ്റിന് ക്ലോസ് ചെയ്തിട്ട് കൺഫർമേഷൻ ചോദിക്കും. ഓക്കെ അടിച്ചാൽ അത് പോയി കിട്ടി. ആ പോയ സാധനങ്ങൾ പിന്നെ ഹിസ്റ്ററിയിൽ കിടക്കണ്ടാവും. AUD/CHF നമ്മളുടെ ട്രേഡ് കഴിഞ്ഞു. നമ്മൾ അതിൽ $0.10 നമുക്ക് അതിൽ ലാഭം ഉണ്ടായത്. ഒരു മൈക്രോ ലോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുമ്പോൾ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ആവും. നമ്മൾ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ടായില്ല, ടാർജറ്റും വെച്ചിട്ടുണ്ടായില്ല, വെറുതെ എടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഏത് വിലയ്ക്കാണ് നമുക്ക് കിട്ടിയത്, ഏത് വിലയ്ക്കാണ് അത് എക്സിറ്റ് ആയത്. അപ്പോൾ ഇവിടെ 96 കിട്ടി, 88 എക്സിറ്റ് ആയി. അപ്പോൾ അവസാനത്തെ സംഖ്യ കണ്ടില്ല എന്ന് അടിച്ചാൽ 9 നമ്മൾ സെല്ല് ചെയ്തു, 8 പോയി. അതുകൊണ്ടാണ് നമുക്ക് ചെറിയ ലാഭം കിട്ടിയത്. ഒരു പിപ്പ് പോയിട്ടില്ല അല്ലേ, ഒരു പിപ്പ് തികച്ച് പോയിട്ടില്ല. വീണ്ടും നമ്മൾ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ ആ ട്രേഡ് നമ്മൾ എടുത്ത ട്രേഡ് അവിടെ കിടക്കണ്ടാവും. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഒരു ബ്രോക്കറുടെ ആപ്പ് യൂസ് ചെയ്യണ കാര്യം ഇത്രയ്ക്കൊക്കെ അറിഞ്ഞാൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഫാക്ടർ ഉണ്ട്, അത് നമുക്ക് വളരെ വിശദമായിട്ട് കാണാനുള്ള കാര്യമാണ്. അത് നമ്മൾ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. അതായത് ഇപ്പോൾ നമ്മളൊരു കറൻസി ട്രേഡ് ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ന്യൂ ഓർഡർ കൊടുത്താൽ ഇവിടെ ടോപ്പിൽ മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അതിൻ്റെ അടിയിൽ കുറേ ഓർഡർ ടൈപ്സ് ഉണ്ട്. ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, ബൈ സ്റ്റോപ്പ് ലിമിറ്റ്, സെൽ സ്റ്റോപ്പ് ലിമിറ്റ്. ഇത് നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇത് കുറച്ച് നേരെ എടുത്ത് തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ സാധാരണ മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള പൈസയ്ക്ക് ബൈ ചെയ്യുക, സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് അപ്പം തന്നെ ട്രേഡ് ആവും.
ഇനി ലിമിറ്റ് അതിൻ്റെ താഴെ കാണുന്ന ഓർഡേഴ്സിനെ പറയുന്ന പേരാണ് പെൻഡിങ് ഓർഡേഴ്സ്. പെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? പൈസ പെൻഡിങ് ഉണ്ട്, അതായത് അവിടെ കിടക്കുന്നുണ്ട്, അതിപ്പോൾ എക്സിക്യൂട്ട് ആവില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസിൽ എത്തുമ്പോഴേ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പം ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെയാണെന്ന് വിചാരിച്ചു, ഇവിടെയാണ് നിൽക്കുന്നത്. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് വിൽക്കണം, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് വിൽക്കണം. അപ്പം ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് അല്ല, മറ്റൊരു പ്രൈസ് എത്തുമ്പോൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാനാണ് ആ ഓർഡേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു ഡിഫറെൻറ്റ് സെക്ഷനായിട്ട് പിന്നീട് ഒരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി തറമായിട്ട് റിവൈസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളൊന്നും കണ്ടിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അതൊന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ രണ്ടാമത് ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക. അത് കഴിഞ്ഞ് ഇത് പഠിച്ച ദിവസം തന്നെ, ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ഈ മെറ്റാട്രേഡർ 5 ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെറുതെ ഒരു ട്രേഡ് എടുത്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കാണണ്ടേ? അപ്പോൾ ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നമുക്കൊന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിൽ ഇവിടെ ടോപ്പിൽ കണ്ടോ ഒരു 3 ലൈൻസ്, അതുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ ആ ബ്രോക്കറുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ബ്രോക്കറുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ആദ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ബ്രോക്കർ അക്കൗണ്ട് നിങ്ങൾ അതൊക്കെ സൈഡിൽ കൂടെ എടുത്തു. അപ്പോൾ ഇതിൽ ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യ ഒരു പണിയില്ല, ചുമ്മാ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മളിവിടെ മാനേജ് അക്കൗണ്ട്സിൽ പോവാം. അപ്പോൾ ഇതൊരു ഡെമോ അക്കൗണ്ടാണ് അല്ലേ, അതുകൊണ്ടാണ് ഡെമോ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ? ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ മെറ്റാ കോഡ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് വരും, ഒരു ബ്രോക്കറുടെ പേര് വരും. അത് ഞാൻ ഓൾറെഡി എടുത്തത് കൊണ്ടാണ് വരുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ സെർച്ച് ചെയ്യണം, മെറ്റ. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര് തന്നെയാണ് മെറ്റ. ഇവരുടെ ഡെമോ ട്രേഡിംഗ് അക്കൗണ്ടാണ് മെറ്റാ കോഡ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്, ഇവർ കമ്പനിയുടെ പേരാണ്. അപ്പോൾ ഇത് മെറ്റ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ മെറ്റാ കോഡ്സ് ലിമിറ്റഡ് എന്നുള്ളത് കാണും. അതുമ്പോൾ ക്ലിക്ക് ചെയ്യാം. എൻ്റെ മൊബൈലിൽ കാണാനുണ്ട്, പക്ഷെ അവിടെ കാണാനില്ല. എന്തുപറ്റി? ബാക്ക് അടിച്ചോട്ടെ. മെറ്റ. ഓ, ഈ ഒരു സ്ക്രീൻ വരുമ്പോൾ ഇത് കാണുന്നില്ല. ഞാൻ ഇതൊന്ന് സ്ക്രീൻഷോട്ട്, ഇത് സ്ക്രീൻഷോട്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ ഒന്നുമില്ല, ഇതിലൊരു മെറ്റാ കോഡ്സ് ലിമിറ്റഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചോദിക്കും ഡെമോ അക്കൗണ്ട് ആണോ റിയൽ അക്കൗണ്ട് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഡെമോ അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങളുടെ പേര് അടിക്കാൻ പറയും, മെയിൽ ഐ ഡി അടിക്കാൻ പറയും, ഫോൺ നമ്പർ അടിക്കാൻ പറയും, ലിവറേജ് എത്രയാണ് ലിമിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇതുപോലെ ഒരു 3-4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലിവറേജ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ലിവറേജ് എത്ര അക്കൗണ്ട് ബാലൻസ് വേണമെന്നുള്ളത് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് ഇത് വലിയ കാര്യമാക്കണ്ട, എത്ര വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എമൗണ്ട് അടിച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ പെട്ടെന്ന് എന്തോ കാര്യത്തിന് ഇങ്ങനെ എപ്പോഴോ ചെയ്തപ്പോൾ അതങ്ങനെ ഞങ്ങളുടെ ആയിപ്പോയതാണ്. ഒരു $1000 സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു $500 സെറ്റ് ചെയ്യുക. കാരണം നമ്മൾ റിയലായിട്ട് പൈസ ഇട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇടാൻ പോണത് 300-500 ഒക്കെ അല്ലേ. അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അക്കൗണ്ട് വാല്യൂ അവിടെ അടിച്ചു കൊടുക്കുക. ഒരു വെർച്വൽ അക്കൗണ്ടാണ്, നമ്മൾ അടിക്കുന്നതാണ് നമ്മുടെ ക്യാപിറ്റൽ. അപ്പോൾ അതിലൊരു ഐഡിയും പാസ്വേഡും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എഴുതി വെക്കേണ്ട. അത് എഴുതി വെക്കുന്നത് വേറെ ഏതെങ്കിലും മെറ്റാ ട്രേഡറുള്ള സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൾട്ടിപ്പിൾ IDs ഒക്കെ ഉണ്ടെങ്കിൽ മാറി മാറി സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ എഴുതി വെക്കേണ്ടത്. അതിന് വേണമെങ്കിൽ അത് എഴുതി വെക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഒരു സ്ട്രാറ്റജി ഒരു ഡെമോ അക്കൗണ്ടിൽ പരീക്ഷിക്കുകയാണ്, മറ്റൊരു സ്ട്രാറ്റജി മറ്റൊരു ഡെമോ അക്കൗണ്ടിൽ പരീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സ്ട്രാറ്റജി ഈ അക്കൗണ്ടിൽ അങ്ങോട്ട് സ്വിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അക്കൗണ്ട് A എടുത്തു കഴിഞ്ഞാൽ ബിയിലേക്ക് പിന്നെ B എടുക്കണമെങ്കിൽ നമ്മൾ ബിയുടെ ID പാസ്വേഡ് സെപ്പറേറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ ആ IDയും പാസ്വേഡും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എഴുതി വെക്കുക. അതല്ല നമ്മൾ ഇപ്പം നമ്മുടെ ഈ കേസിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു ഡെമോ അക്കൗണ്ട് അല്ല ആവശ്യമുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളത് എഴുതി വെക്കേണ്ട കാര്യമില്ല. അതുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ഓക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ സ്ക്രീൻ വരും, ഈ കോഡ്സ് എന്ന് പറയുന്ന സ്ക്രീൻ വരും. ഇതുപോലെ വരും. നിങ്ങളുടെ അക്കൗണ്ട് ജനറേറ്റ് ആയതിനു ശേഷം ഇതുപോലെ കാണിക്കും. നിങ്ങൾ കൊടുത്ത പേര്, നിങ്ങൾ കൊടുത്ത സംഖ്യ, അക്കൗണ്ടിൻ്റെ ബാലൻസ് അത് വരും. അവിടെ നിന്ന് നിങ്ങൾ ഈ കോഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലൊന്നും ഉണ്ടാവില്ല, അത് ബ്ലാങ്ക് ആയിരിക്കും. അത് എടുക്കുമ്പോൾ അതിൽ നിങ്ങൾ പെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രിപ്റ്റ്സുകൾ ആഡ് ചെയ്യാം.
അപ്പോൾ നാളേക്ക് തന്നെ ഈ ഒരു ഡെമോ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മറന്നു പോകും വേഗം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടത്. നമ്മളൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടാവും, കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ 1 by 1 ആയിട്ട് കാണുമ്പോൾ പലതും മറന്നു പോവാം. അപ്പോൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ വരാണെങ്കിൽ ഈ റെക്കോർഡിങ് വീഡിയോ എടുത്ത് നോക്കിയിട്ട് വീണ്ടും അത് കോപ്പി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ക്രിപ്റ്റ്സ് ആഡ് ചെയ്യുന്നതിലേക്ക് ഇറക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിന് പകരം ഇതിലെല്ലാം തൽക്കാലം ഡെലിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പോവില്ല, ഇതിൽ മാക്സിമം ഡെലിറ്റ് ചെയ്യാൻ പറ്റണത് കഴിച്ച് ബാക്കി അവിടെ ഉണ്ടാവും. ഓക്കെ, ആ പോണില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് അവിടെ ഓൾറെഡി കിടക്കണ്ടാവും, ബ്ലാങ്ക് ആയിട്ട് കിടക്കാറില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഓരോന്ന് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, ഈ ഒരു സ്ക്രിപ്റ്റ്സുകൾ ഉണ്ടല്ലോ, ഈ ഒരു സ്ക്രിപ്റ്റ്സുകളുടെ പേരുകൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഇടാം. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ChatGPT ചോദിച്ചാൽ മതി. മേജർ മൈനർ പെയേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തരാൻ പറഞ്ഞാൽ ChatGPT ഇതേപോലൊരു ടേബിളാക്കി തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഇടാം. അപ്പം ഇത് എന്താ അല്ല, ഇപ്പൊ ഇതിൽ കൂടെ ചെയ്യാൻ പറ്റിയ നമുക്ക് അൽപ്പാരിയുടെ ആവശ്യം എന്താ? അൽപ്പാരി എന്ന് പറയുന്നത് ഒരു ബ്രോക്കറാണ്. ആ ബ്രോക്കറുടെ അക്കൗണ്ട് വെബ്സൈറ്റിൽ തുടങ്ങിയിട്ട് അതിലേക്കാണ് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക. നമ്മൾ അതിൽ നിന്നാണ് വിഡ്രോ ചെയ്യുക. അതിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ സാധാരണ എല്ലാവരും MT5 വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുക. MT5 ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ഏത് ബ്രോക്കറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാം. മനസ്സിലായോ? അൽപ്പാരി നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും യൂസ് ചെയ്യണത് അതൊരു ബ്രോക്കറാണ്. ഇതൊരു ആപ്പാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മാത്രമാണ് മെറ്റാട്രേഡർ. മെറ്റാട്രേഡർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ട്രേഡിംഗ് ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തെ ഏത് ഫോറക്സ് ബ്രോക്കറുടെ കീഴിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ അതിൽ മെറ്റാട്രേഡർ കോമൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ അൽപ്പാരി പഠിച്ചു കഴിഞ്ഞാൽ അൽപ്പാരിയിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അൽപ്പാരിക്കും ഇതുപോലെ ഒരു ആപ്പ് ഉണ്ട്, അൽപ്പാരി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. XNSന് ഇതുപോലെ ഒരു അവരുടേതായ ആപ്പ് ഉണ്ട്. അപ്പോൾ അതിലും നിങ്ങൾക്ക് ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി ചെയ്യണം, അതിൽ കിടക്കണ്ടാവുക. നിങ്ങൾക്ക് സിമ്പിളുകൾ ആഡ് ചെയ്യാം, വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാം, ചാർട്ട് കാണാം. അവരുടെ ചാർട്ട് കുറച്ചുകൂടി കളർഫുൾ ആയിരിക്കും. ട്രേഡ് എടുക്കാം, അവിടെ നിന്ന് ബൈ ചെയ്യാം, സെല് ചെയ്യാം, മൈക്രോലോട്ട് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു കോപ്പിയാണ് എല്ലാ ബ്രോക്കർമാരുടെ ആപ്പുകളും. പക്ഷെ നിങ്ങൾ മെറ്റാട്രേഡർ എന്ന് പറഞ്ഞത് ഒരു യൂണിവേഴ്സൽ ആപ്പാണ്, ഗ്ലോബൽ ആപ്പാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പൈസ ഇട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ബ്രോക്കറുടെ ആപ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ അൽപ്പാരി എന്ന് പറയുന്ന ഒരു ബ്രോക്കറുടെ ആപ്പ് നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ അക്കൗണ്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് ആ ബ്രോക്കറുടെ ആപ്പ് അടിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രോക്കർ ഏതാണെന്നുണ്ടെങ്കിൽ ആ ബ്രോക്കറുടെ ആപ്പ്. അപ്പോൾ നമ്മൾ ട്രേഡ് ടോക്സ് ഇവിടെ റെഫർ ചെയ്യുന്നത് അൽപ്പാരിയാണ്. അപ്പോൾ ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവും. മൊബൈലിലും നിങ്ങൾക്ക് ചെയ്യാം. സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോവും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് ഇങ്ങനെ പറഞ്ഞ് ഒരു 15 മിനിറ്റ് നേരത്തെ ഒരു പ്രൊസീജിയറാണത്. KYC എന്ന് പറയും. അതായത് നമ്മുടെ ഇൻഫോർമേഷൻസ് എല്ലാം കൊടുത്തൊരു അക്കൗണ്ട് സെറ്റ് ചെയ്യണം. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യണം. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് 24 മണിക്കൂർ മിനിമം പിടിക്കും അത് സെറ്റ് ആവാൻ. ചില ബ്രോക്കേഴ്സ് അത് ഇപ്പം ഇൻസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് കുറച്ചുകൂടി സ്പീഡ് ആവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മെയിൽ ID അവരതിൻ്റെ ആക്സസ് തരും. അതിൻ്റെ പാസ്വേഡും ID അയച്ചു തരും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആ പാസ്വേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഇത് എല്ലാ ബ്രോക്കേഴ്സിൻ്റെയും കോമൺ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുക. അപ്പോൾ നമ്മളങ്ങനെ ഇതൊക്കെ ആഡ് ചെയ്തു അല്ലേ? ഈ പേര് നോക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചു തരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേഴ്സുകൾ, നിങ്ങൾക്ക് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള വല്ല പേരുണ്ടെങ്കിൽ അത് ഒരെണ്ണം ആഡ് ചെയ്ത് ആദ്യം പ്രാക്ടീസ് ചെയ്യുക. ഒരെണ്ണം ആഡ് ചെയ്താലും മതി, EUR USD. അതിലെങ്ങനെ ഓർഡർ എടുക്കണം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. ന്യൂ ഓർഡർ ഇതുമ്പോൾ
ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, പ്രസ് ചെയ്ത് പിടിക്കണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ന്യൂ ഓർഡർ കൊടുക്കുക, എത്ര ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ഡെമോ അക്കൗണ്ട് അല്ല, എത്ര കൊടുത്താലും സെയിം ആണ്. നിങ്ങൾ ആദ്യം തന്നെ ടെസ്റ്റ് അടിക്കാൻ 0.1 അടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം, ടാർജറ്റ് വെക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യാറ് എന്താണ്, അല്ലെങ്കിൽ അപ്പോൾ ട്രേഡ് എടുക്കാൻ നേരം വൈകും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ആദ്യം ബൈ ചെയ്തിട്ടാണ് പിന്നെ സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെക്കാറ് അല്ലേ. അപ്പോൾ ആദ്യം ബൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബൈ ചെയ്ത പൊസിഷന്മ വീണ്ടും പ്രസ് ചെയ്ത് പിടിക്കണം. ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം, വെറുതെ ക്ലിക്ക് ചെയ്താൽ പോരാ. ക്ലിക്ക് ചെയ്താൽ ഇത് എക്സ്പാൻഡ് ചെയ്യുള്ളൂ, വേണ്ട, അപ്പോൾ ഒരു അനക്കം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, ക്ലിക്ക് ചെയ്ത് പിടിക്കുക, പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു, അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഉള്ള ലാഭത്തിന് ക്ലോസ് ചെയ്യുക. മോഡിഫൈ ചെയ്താലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെക്കാൻ പറ്റുക. മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും റൈറ്റ് സൈഡിൽ നമ്മുടെ ടാർജറ്റും. അപ്പോൾ അതൊക്കെ ചാർട്ട് നോക്കിയിട്ടാണല്ലോ നമ്മൾ തീരുമാനിക്കുക എവിടെ സ്റ്റോപ്പ് ലോസ് എവിടെ ടാർജറ്റ് അല്ലേ. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ചിട്ട് മോഡിഫൈ ചെയ്താൽ അതവിടെ എത്തി. ഇനി ഒരു അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്താണ്, ഇവിടെ നമ്മൾ ഈ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർട്ടിൽ നിന്നിട്ടും അത് നമുക്ക് മോഡിഫൈ ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ചാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തേക്കുന്നത് ബൈ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി കൺഫ്യൂഷൻ ആക്കണ്ട, ഞാനൊന്ന് പറയണമെന്നുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇതൊരു അഡ്വാൻസ്ഡ് ഓപ്ഷനാണ്. ഇവിടെ നമുക്കൊന്ന് പ്രസ് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടാർജറ്റ് വെക്കാം. ഇത് അഡ്വാൻസ്ഡ് ഓപ്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഇവിടെ പ്രസ് ചെയ്തിട്ട് എങ്ങനെ അങ്ങോട്ട് കിടക്കെ നീക്കി വെക്കാം. പക്ഷേ ആക്ച്വലി ഒരു പ്രൊഫഷണൽ ട്രേഡർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ചാർട്ടിൽ നോക്കിയിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇതിവിടെ നമുക്കൊരു ഊഹം വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ ട്രേഡ് ചെയ്യുക. ഒരു സ്റ്റൈലാണത്, 1, 2 നമുക്കൊരു ഊഹിക്കേണ്ട വരും. അപ്പോൾ എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് വരാം. ചാർട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോഡിഫൈ ആയി. മോഡിഫൈ ചെയ്തിട്ട് കൺഫർമേഷൻ ചോദിക്കും. അപ്പോൾ ഇവിടെ നമുക്കത് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വീണ്ടും മാറ്റാം, മോഡിഫൈ കൊടുക്കാം. മോഡിഫൈ ആയി. ഇനി ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് സ്റ്റോപ്പ് ലോസ് ഉണ്ടോ എന്നുള്ളത് ഇവിടെ മാനുവലി ചെക്ക് ചെയ്യുക. SLൻ്റെ സ്ഥലത്ത് 1.1431 ഉണ്ട്, നമ്മൾ വെച്ചത് എത്രയാണോ അതുണ്ട്. അത് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ആ നിലവിലുള്ള ലാഭത്തിന് ക്ലോസ് ചെയ്യാം. ക്ലോസ് വിത്ത് പ്രോഫിറ്റ് എന്ന് കാണിക്കും. ആ പ്രോഫിറ്റ് ആ ലോസ് ആണെങ്കിൽ ലോസ് എന്ന് കാണിക്കും. ക്ലിക്ക് ചെയ്താൽ അത് ക്ലോസ് ആയി, ഡൺ കൊടുത്തു. ക്ലോസ് ആയത് ഹിസ്റ്ററിയിൽ വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മൈക്രോലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തു, അത് വന്നു. ഇപ്പോൾ രണ്ടാമത്തെ ചെയ്തു, അത് വന്നു. അപ്പോൾ ഇതിൽ നഷ്ടവും ലാഭവും ഇതുവരെ എടുത്തതെല്ലാം ഇതിൽ ഡയറക്റ്റ് ഓർഡറിൽ ഇങ്ങോട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്, നമുക്ക് അടുത്തൊരു സെക്ഷനിൽ പഠിക്കാം. ഈ ഓർഡേഴ്സ് നമ്മൾ ഇട്ടത് ഇവിടെ കാണാൻ പറ്റും, ഏത് ഓർഡറാണ് ആദ്യം ഇട്ടത് എന്നുള്ളത് അറിയാം. ഇവിടെ നമുക്ക് കാലണ്ടറിൽ പോയിട്ട് നമുക്ക് ലാസ്റ്റ് ആഴ്ചയിലത്തെ ലാഭനഷ്ടങ്ങൾ മാത്രം വേണോ, ഇന്നത്തെ മാത്രം വേണോ, അതോ ഈ ലാസ്റ്റ് മാസത്തെ വേണോ, കസ്റ്റം പീരീഡ് കൊടുക്കാം, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഓപ്ഷൻസ് ഇത്രയാണ്. ഇത് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ഇതിൽ വിട്ടുപോയ പല പല അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്? ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിച്ച കാര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ മെറ്റാ ട്രേഡറിൽ മെറ്റാ ട്രേഡ് യൂസ് ചെയ്യുന്ന കാര്യമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റൈസ് കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. മെറ്റാ ട്രേഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വളരെ ഈസി അല്ലേ. ഒരു 3ാം ക്ലാസ്സുകാരന് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇത് ഒരു കൊച്ചുകുട്ടിക്ക് പഠിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാം, അവർ ഇത് നമ്മളെക്കാൾ നന്നായിട്ട് ചെയ്യും അല്ലേ. അത്രേ ഉള്ളൂ. നമുക്കിനി കൂടുതൽ പഠിക്കാനുള്ളത്, ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ നമ്മൾ എവിടെ നിന്ന് വാങ്ങുന്നു, എന്തുകൊണ്ട് വാങ്ങുന്നു അല്ലേ. GBP CHF ആണ് നമ്മൾ വാങ്ങിയതല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇതിപ്പോൾ നമ്മൾ അധികം അനലൈസ് ചെയ്തിട്ടൊന്നല്ല, എന്നാലും എവിടെ നിന്ന് വാങ്ങുന്നു, എന്തുകൊണ്ട് വാങ്ങുന്നു, ഈ ഒരു കാര്യമാണ് നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് കാര്യമായിട്ട് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ അതിന് എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം, എത്ര ടാർജറ്റ് വെക്കണം. അപ്പോൾ ഞാൻ കുറേ ചാർട്ടുകൾ മാറി മാറി നോക്കി. അപ്പോൾ ഞാനിത് വാങ്ങാനുള്ള കാരണം ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും ഇത് വാങ്ങാനുള്ള കാരണം എന്ന് വിചാരിച്ചത് മുകളിലേക്ക് പോകണമെന്നില്ല. നമ്മൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നമ്മൾ എടുക്കുന്ന റിസ്കിൻ്റെ ഇരട്ടിയാണല്ലോ ടാർജറ്റ് വെച്ചേക്കണത്. അപ്പോൾ പകുതി എണ്ണം മുകളിലേക്ക് പോവുള്ളൂ, എത്ര ബുദ്ധി നിങ്ങൾ ഇതിലിട്ടാലും. അത് തന്നെ ഡീസൻ്റ് ആയിട്ട് പ്രോഫിറ്റ് തരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി പതുക്കെ കുറേ ക്ലാസ്സുകൾ കൊണ്ട് പഠിക്കാം. ഞാൻ ക്വിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റ് മുമ്പ് തടയപ്പെട്ട ഈ സ്ഥലത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഒരു അപ് ട്രെൻഡാണ് അല്ലേ, മുകളിലേക്ക് ഫ്ലോ ചെയ്യുകയാണ്. അതിൽ നമ്മൾ ഇവിടെ ഫിബൊനാച്ചി എന്ന് പറയുന്ന ഒരു ലെവല്, ഇവിടെ തുടങ്ങി ഇവിടെ വരെ വരയ്ക്കുന്നതിൻ്റെ ഗോൾഡൻ റേഷ്യോ 61 ഇത് നിന്നിരുന്നത്.
അപ്പോൾ നല്ലൊരു ട്രെൻഡിൽ മാർക്കറ്റ് മുന്നേ തടയപ്പെട്ട സ്ഥലത്ത് പിന്നെ താങ്ങാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു ട്രെൻഡിൽ ഫിബൊനാച്ചി 61.8 ഗോൾഡൻ റേഷ്യോ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ആ റേഷ്യോയിൽ കിട്ടിയത് കൊണ്ടാണ് ഞാനത് ബൈ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് അത്ര നല്ല സെറ്റപ്പ് ഒന്നുമല്ല, എന്നാലും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് ഇതുപോലെ നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ബൈ ചെയ്യാം, എവിടെ നിന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനു വേണ്ടി കുറേ പഠിക്കാനുണ്ട്. നിങ്ങളത് വൺസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളായിട്ട് നമുക്കത് തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഓർഡറായിട്ട് കാണാം. അപ്പോൾ നാളെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് വരാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് നോക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അതും കൂടി അടക്കം ചെയ്ത് നോക്കിയിട്ട് വരാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സുകളിലും പഠിക്കുമ്പോൾ ഓരോ എക്സസൈസുകൾ തരുന്നത് നിങ്ങൾ അന്നാന്ന് തന്നെ തീർത്ത് പോയില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് അവസാനം കോംപ്ലിക്കേഷൻ ആവും അല്ലേ. എല്ലാം കൂടി ചെയ്ത് നോക്കുമ്പോൾ വേണ്ടത്ര എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാൻ പറ്റില്ല. കാരണം എന്താ, കുറേ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് പഠിച്ചാൽ നാളെ തന്നെ ചെയ്ത് നോക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ക്ലാസ് വെച്ചേക്കണത്. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. റെക്കോർഡിംഗ് ഇടാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഇനി തുടങ്ങിയ റെക്കോർഡിംഗ് ഇടുന്നത് നമ്മുടെ ഗ്രൂപ്പിലായിരിക്കില്ല. നമുക്ക് ഓൾറെഡി വെബ്സൈറ്റിൻ്റെ ആക്സസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. നമ്മുടെ വെബ്സൈറ്റിലാണ് ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ കാണാം. ഇല്ല, കിട്ടിയിട്ടില്ല. ഓക്കെ, ആർക്കൊക്കെ കിട്ടാത്തതുണ്ട്? വെബ്സൈറ്റിൻ്റെ ആക്സസ് ആർക്കൊക്കെ കിട്ടാത്തതുണ്ട്? കൈ ഉയർത്താവോ? ബ്ലസ്സൻ, ഉമയർ. ഓക്കെ. അപ്പം നിങ്ങൾ നാളെ തന്നെ കോർഡിനേറ്റ്സിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാ വെബ്സൈറ്റിൻ്റെ ആക്സസ് തരാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റ് ട്രേഡ് ടോക്സ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് അവിടെ നിന്ന് നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കിത് കാണാം, ട്രേഡ് ടോക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആക്സസ് നിങ്ങൾ ആരാണ് നിങ്ങളുടെ കോർഡിനേറ്റർ എന്നുണ്ടെങ്കിൽ ആളോട് തരാൻ പറയാം, ലോഗിൻ ചെയ്യാനുള്ള ആക്സസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വൺസ് നിങ്ങളത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം ആണെങ്കിൽ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്കത് കയറാം. ബട്ട് 1 വീക്ക് ആവുമെന്ന് പറഞ്ഞോ? എന്തത്? ഞാൻ നാളെ ഒന്ന് സംസാരിക്കാം, അവരുടെ അടുത്ത് സംസാരിച്ച് നോക്കട്ടെ. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ റെക്കോർഡിങ് ഞാൻ